So good evening, members. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. I'll be speaking to you in Malayalam as well as English. മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ സംസാരിക്കുന്നതായിരിക്കും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ. എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ മിനിറ്റ്. യെസ്, ഞാൻ വെയിറ്റ് ചെയ്യാം. ഐ വിൽ വെയിറ്റ്. ഒന്നുമില്ല, സാറിന് ജസ്റ്റ് ഒരു ഫോർമൽ ഒരു വെൽക്കം പറയേണ്ട ഒരു കടമയുണ്ട്. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതായ ഒരു വെബിനാർ സീരീസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പക്ഷി സ്നേഹികളെ സംബന്ധിച്ച് പ്രാവുകൾ എന്ന് പറയുന്നത് അത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് ഓമനകളാണ്. പ്രത്യേകിച്ച് പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും തക്കവണ്ണം ഏറ്റവും സാധിക്കുന്നതായ ഒരു കൂട്ടം പക്ഷികളാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഈ പ്രാവുകൾ എന്ന് പറയുന്നതായ അല്ലെങ്കിൽ പീജിയൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു പുതിയ ടോപ്പിക്കാണ്. ഒത്തിരി ആളുകൾ ഇതിനെ വളർത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ആഭിമുഖ്യത്തിൽ, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഈ പീജിയൻസിനെ സംബന്ധിച്ചൊരു വെബിനാർ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അതിനെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്നത് ഈ രംഗത്ത് വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ശ്രീ രഞ്ജിത്ത് ബൽറാമാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അദ്ദേഹം വയനാട് സ്വദേശിയാണ്. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ അസോസിയേഷന്റെ ഈ വെബിനാർ സീരീസിലേക്ക് അദ്ദേഹത്തെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുക്കുന്നതായ ഒട്ടനവധി ആളുകളുണ്ട്. നമ്മുടെ മെമ്പേഴ്സ് ഉണ്ട്, അസോസിയേഷന് പുറത്തു നിന്നുള്ള ആളുകളുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾക്കല്ല ഇവിടെ പ്രസക്തി എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി രഞ്ജിത്ത് ബൽറാം സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുവാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആദ്യം തന്നെ അഗ്രികൾച്ചറൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരളയിലെ എല്ലാ മെമ്പേഴ്സിനും ഭാരവാഹികൾക്കും വലിയ നന്ദി എന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന്. ഐ എം മച്ച് താങ്ക്ഫുൾ ടു ദ എൻറ്റയർ ടീം behind this great initiative. Agriculture Association of Kerala is conducting a webinar especially on Jacobins and reverse wing magpie pouter and generally the care. I'm also very happy that my students whom I'm teaching in my college, Sharat Krishna is here. Indian Jacobin Club members Mohsin and Salma, and I can see many of you. Thank you so much for being online. ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ മലയാളത്തിൽ പറയാം. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് യുണൈറ്റഡ് പീജിയൻ ക്ലബ്. നമ്മൾ വിനോദ് ദേവി ഈ മീറ്റിംഗിലുണ്ട്. അദ്ദേഹം യുണൈറ്റഡ് പീജിയൻ ക്ലബിന്റെ സെക്രട്ടറിയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഇന്നത്തെ ടീഷർട്ട് ഇന്ത്യൻ ജാക്കോബിൻ ക്ലബിന്റെ ആണ്. ഇത് എൻ്റെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. ഓക്കെ, ഇതിനൊരു അവസരം തന്ന ഇതിന്റെ സംഘാടകരോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളേവരെയും ഞാൻ ഈ പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഞാനൊരു പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സ്ട്രേറ്റ് അതിലേക്ക് പോവാം. അതാണ് ഏറ്റവും നല്ലത്. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗുഡ്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. ഈ സ്ലൈഡിന്റെ ഏറ്റവും മേലെയായിട്ട് you can see the logo of Agricultural Association, Indian Jacobin Club and United Pigeon Club. എല്ലാവരെയും ലോഗോ ഇത്രയും ക്ലബ്സ് ആണ് ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് നടത്തുന്നത് in English. So this presentation is a result of joining hands between Indian Jacobin Club, United Pigeon Club and Agricultural Association of Kerala. The topic being about Jacobins and reverse wing magpie pouter. Let's move on to the next slide. Jacobins എന്ന് പറയുന്നത് ഒരു റോയൽ ബ്രീഡാണ്. ഒരു കാലത്ത് പാലസുകളിൽ അലങ്കാര പക്ഷികളായിട്ട് വെച്ചിരുന്ന ഒരു ബേർഡാണ് ജാക്കോബിൻസ്. ഇംഗ്ലീഷ്, Jacobins were once kept as a royal breed or an ornamental breed of pigeon in palaces. This bird the origin of this bird is from India, and then it was shipped to US, from where it was developed, or it took years to develop this bird into this size, shape and all the features what we enjoy today.
ഞാൻ പറഞ്ഞു വന്നത് മലയാളം. ജാക്കോബിൻസ് ഒരു ഇന്ത്യൻ ബ്രീഡാണ്. അതിനെ വർഷങ്ങൾക്ക് മുമ്പ് 1600-കളിൽ ഈ ബേർഡ്സിനെ US കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇതിനെ അവർ ഇന്ന് കാണുന്ന ജാക്കോബിൻ എന്താണോ അതിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇംഗ്ലീഷ്. The photo which you see in the slide is the role model for everyone, and he is none other than Clint Robertson. He stays in Manitoba, Canada, and his birds were recently on auction. Every year he does auction worldwide, and this year he has sold around, his total revenue from this auction was around, I think somewhere close to 40 lakhs. On an average, every bird was sold for maybe 1 lakh or more, 1 lakh and more. Even there is a big duo in Kerala who has purchased this Jacobin for 6,44,000 last year. Malayalam. ഈ സ്ലൈഡിൽ കാണുന്നത് സർ ക്ലിന്റ് റോബർട്ട്സൺ, ലോകം ആരാധിക്കുന്ന ഒരു ജാക്കോബിൻ ബ്രീഡറാണ്. ഇദ്ദേഹത്തിന്റെ ബേർഡ്സ് എല്ലാ കൊല്ലവും വേൾഡ് വൈഡ് ലോകത്തിൽ നടക്കുന്ന ഓപ്ഷനിൽ, ഫേസ്ബുക്ക് വഴി നടക്കുന്ന ഓപ്ഷനിൽ ഇദ്ദേഹത്തിന്റെ ബേർഡിനെ പ്രദർശിപ്പിക്കാറുണ്ട്. ഇക്കൊല്ലം അദ്ദേഹത്തിന്റെ ഈ ജാക്കോബിന്റെ മാത്രം വിറ്റുവരവ് ആ സൈറ്റിലൂടെ മാത്രം വളരെ കുറഞ്ഞ ബേർഡ്സിന്റെ ഓൾമോസ്റ്റ് 40 lakh rupees ആണ്. കൂടുതൽ ബേർഡില്ല, വളരെ കുറഞ്ഞ ബേർഡിന്. ഓൺ ആൻ ആവറേജ് എനിക്ക് തോന്നുന്നു ഒരു ബേർഡിന് 1-2 ലക്ഷം രൂപയ്ക്കാണ് വിറ്റുപോയത്. ഇദ്ദേഹം മാനിറ്റോബ, കാനഡയിലെ മാനിറ്റോബയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മക്കളും ജാക്കോബിൻ ബ്രീഡേഴ്സ് ആണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ റേസിംഗ് ഫാർമേഴ്സിന്റെ ബ്രീഡറാണ്. ഓക്കെ, സോ അതാണ്, ദാറ്റ്സ് വാട്ട് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. And Clint Robertson, I'm born in 79, 4/3/79, and in 1979, Clint Robertson was show champion in the Eastern Jacobin Club show. Sorry, the Canadian Jacobin Club show. Being a beginner, he was a champion, and from that day onwards, his birds were winners, and he has judged n number of shows starting from Middle East to various countries. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ജനിച്ചത് 1979-ലാണ്. ഇദ്ദേഹം 79 കാലഘട്ടത്തിൽ അന്നത്തെ അവിടെ കനേഡിയൻ ജാക്കോബിൻ ക്ലബിലെ ഷോയിലെ ചാമ്പ്യൻ ആണ്. അന്ന് മുതൽ ഇന്ന് വരെയും അദ്ദേഹത്തിന്റെ ബേർഡ്സ് തന്നെയാണ് എല്ലാവരുടെയും ചാമ്പ്യൻ. കൂടാതെ ഇദ്ദേഹം ഒരു മാസ്റ്റർ ബ്രീഡർ, മാസ്റ്റർ ജഡ്ജ് ആണ്. മാസ്റ്റർ ബ്രീഡർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഡിൽ ഫോക്കസ് ചെയ്ത് ആ ബ്രീഡിൽ 1000+ പോയിന്റ്സ് കിട്ടിയാൽ മാത്രമേ ഒരാൾ മാസ്റ്റർ ബ്രീഡർ ആവൂ. ആ പ്രോഗ്രാം ഇന്ന് ഇന്ത്യയിൽ ഇല്ല, വരേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക ഷോകളും ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഇദ്ദേഹം ബേർഡ്സിനെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. വളരെ ഇദ്ദേഹം എഴുതിയ ജാക്കോബിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു മാനുവൽ പോലെയാണ്. ഓക്കെ, so that's all about my role model, Sir Clint Robertson. Now this is epic moment. You can see this show organized by United Pigeon Club, and there was a Jacobin lineup on that day, which was judged by a legend. His loft is known as Disneyland of color genetics, and it's none other than the person in the white coat, master breeder, the legend, Sir Drew Lobenstein. And the person who's standing next to him, that's the person black and check shirt. He was a champion. He is none other than our Jameem Bhai, and the entire team of Indian Jacobin Club. And you can also see my mentor in Kerala, Mr. Mansoor Bhai from Tirurangadi. I started my journey with Jacobins by purchasing a pair of baby Jacobins from Mansoor Bhai. It was way back in 2015. ഞാൻ പറഞ്ഞു വന്നത്, ഇത് യുണൈറ്റഡ് പീജിയൻ ക്ലബിന്റെ ഷോന്റെ സമയത്തെടുത്താണ്. 2019
അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് കോട്ട് ഇട്ട് നിൽക്കുന്നത് ജാക്കോബിന്റെ എൻസൈക്ലോപീഡിയ എന്ന് പറയാൻ പറ്റുന്ന സർ ഡ്രൂ ലോബൻസ്റ്റീൻ. ആ കൊല്ലത്തെ ജാക്കോബിന്റെ ചാമ്പ്യൻ ആണ്. അദ്ദേഹത്തിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന സ്പെക്സ് വെച്ചിട്ട് കണ്ണട വെച്ചിട്ട് നിൽക്കുന്നത് ജമീൻ. അതുപോലെ എൻ്റെ സ്വന്തം മൻസൂർ ഭായ്, അദ്ദേഹത്തിന്റെ ഇന്ന് 2015 2 വൈറ്റ് ജാക്കോബിൻ കുട്ടികളെ വാങ്ങിയിട്ടാണ് ഞാൻ ജാക്കോബിനിലേക്ക് കടന്നു വരുന്നത്. അതുകൂടാതെ വൈറ്റ് ഷർട്ടിൽ നിൽക്കുന്നത് ID കാർഡ് ഇട്ടത് ഉമ്മർക്ക, ബഷീർ, നൗഫൽ, സിദ്ധാർത്ഥ് ഫ്രം കോലാർ, all these guys. Now what I'm going to say is, if you're going to keep Jacobins, you should have a dream bird. You have to see what kind of breed, what kind of bird I have to develop. And every Jacobin breeder has got a dream according to the standard. And my dream bird is here, and this is owned by Sir Clint Robertson, and which was recently sold in the show for lakhs of Indian rupees. മലയാളം. ഒരു ജാക്കോബിനെ വളർത്തുമ്പോൾ നമുക്കൊരു സ്വപ്നത്തിലുള്ളൊരു ജാക്കോബിൻ വേണം. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇതിന് റിട്ടേൺ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇങ്ങനെ ആയിരിക്കണം ജാക്കോബിൻ. അപ്പൊ ആ ഒരു ബേർഡിനെ ഡെവലപ്പ് ചെയ്യാനാണ് ഏതൊരു ജാക്കോബിൻ ബ്രീഡറും പ്രയത്നിക്കേണ്ടത്. അത് എളുപ്പമുള്ള കാര്യമില്ല. ഏറ്റവും കുറഞ്ഞത് 7 കൊല്ലം എടുക്കും എന്തെങ്കിലും ഒന്നും ആവാൻ. പിന്നെ അവിടുന്ന് കൊല്ലങ്ങൾ എടുക്കും ചിലപ്പോൾ ഇതേപോലെ ഒരു ബേർഡിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ. അത് നമ്മളെ കയ്യിലുള്ള പൈസയുടെ വണ്ണവും പേഴ്സിന്റെ വണ്ണവും ഒക്കെ പോലെ ഇരിക്കും. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് ഒരു ജാക്കോബിന്റെ റിട്ടേൺ സ്റ്റാൻഡേർഡ്. ഇത് ചിലപ്പോൾ ഒരു ഓൾഡ് സ്റ്റാൻഡേർഡ് ആയിരിക്കാം, എന്നാലും ഇത് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡ്, എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ജാക്കോബിന്റെ ഫ്രണ്ടിലുള്ള ഹെയറിനെ നമുക്ക് ചെയിൻ എന്ന് പറയാം. അതിൽ തന്നെ അപ്പർ ചെയിൻ ഏറ്റവും മേലെയുള്ളത്, അതായത് നമ്മൾ ഏറ്റവും മേലെ നോക്കുമ്പോൾ ഈ 20 പോയിന്റ്സ് എന്ന് എഴുതിയില്ലേ, ഹുഡ് ആൻഡ് ടോപ്പ് 20 പോയിന്റ്സ്, അവിടെ ഒരു ത്രികോണാകൃതിയിൽ ഒരു ഇത് വരച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ടോപ്പ്, അതായത് ഫ്രണ്ടിലേക്ക്, പ്രാവിന്റെ തലയുടെ ഫ്രണ്ടിലെ ഭാഗം, അത് അപ്പർ ചെയിൻ എന്ന് പറയാം. ആ നേർരേഖ കഴിഞ്ഞിട്ട് താഴോട്ടേക്കുള്ളത് ലോവർ ചെയിൻ. കഴുത്തിന്റെ അവിടുന്ന് ഇങ്ങനെ മേലേക്ക് പൊങ്ങി വരുന്ന ഈ ഒരു രോമങ്ങളെ നമുക്ക് വിപ്പിൻ എന്ന് പറയാം. വിപ്പ് ഇൻ. ഇതിന് ഓരോന്നിനും മാർക്ക് ഉണ്ട്. ഇപ്പൊ ചെയിൻ ഫ്രണ്ടിലുള്ള രോമങ്ങൾക്ക് 20 പോയിന്റ്സ്. ഹുഡ് ആൻഡ് ടോപ്പ്. ഹുഡ് ആൻഡ് ടോപ്പ് എന്ന് പറഞ്ഞാൽ, ഹുഡ് എന്ന് പറയുന്നത് ജാക്കോബിന്റെ തലയുടെ പുറകുവശത്തുള്ള രോമങ്ങളെയാണ് ഹുഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബൊക്കാരയിലൊക്കെ കാണില്ലേ തലയുടെ ബാക്കിലെ രോമങ്ങൾ, ഷെൽ ക്രസ്റ്റ്, അതാണ് ഹുഡ്. ടോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെയും മേലെയുള്ള, അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള രോമങ്ങളാണ് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഹുഡും ടോപ്പും കൂടെ 20 പോയിന്റ്സ്. മെയിൻ, കഴുത്തിന്റെ പുറകിലുള്ള തൂവലുകളെ മെയിൻ എന്ന് പറയുന്നു, MANE, അതിന് 15 പോയിന്റ്. കാരിയേജ് എന്ന് പറഞ്ഞാൽ ആ ബേർഡ് എങ്ങനെ അതിന്റെ ശരീരം, അതിന്റെ ഹെയർ എങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. നേരത്തെ ഡ്രീം ബേർഡിനെ ഒന്ന് ആലോചിച്ചാൽ മതി. അതിന് 15 പോയിന്റ്സ്. കളർ 15 പോയിന്റ്. മാർക്കിംഗ് 15 പോയിന്റ്, 7 പോയിന്റ്. ബോഡി, അതായത് ചില ബേർഡ്സ് ഭയങ്കര വലിയ ബോഡി ആയിരിക്കും, ശരിക്കും അത് ഫോൾട്ട് ആണ്. അത് ചില ബേർഡ്സ് ഇങ്ങനെ വളഞ്ഞു കുത്തി മുഗീനെ പോലെ നിൽക്കുന്നുണ്ടാവും, അത് ഫോൾട്ട് ആണ്. ഐസ് 3 പോയിന്റ്. അതില് ജാക്കോബിനില് വെള്ളക്കണ്ണ്, പേൾ ഐസ്, അതാണ് പറയുന്നത്, അതിന് 3 പോയിന്റ്. ചിലത് ബുൾസൈ കാണാം, മഞ്ഞ കണ്ണാണ്. ബുൾസൈ എന്ന് പറഞ്ഞാൽ കറുപ്പ്, അതെല്ലാം ഫോൾട്ട് ആണ്. ഭയങ്കര സീരിയസ് ഫോൾട്ട് ആണെന്നല്ല പറയുന്നത്, ഫോൾട്ട് ആണ്. ഇംഗ്ലീഷ്. സോ ദിസ് ഇസ് സ്റ്റാൻഡേർഡ് ഓഫ് Jacobin, and the points are segregated. I'll just explain it in a very simple manner. The hair which is on the right hand side is known as chain. Once again, the hair on the front side of the Jacobin is known as chain, which carry 20 points, which is again divided into 2. The hair on the front, exactly above the eye, is known as upper chain, and the hair
below the beak is known as lower chain. Again, the third part is from the neck onwards, what the small hairs which radiates up is known as whip in. So overall, chain carries 20 marks.